ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിത്തൂസ് ഈസി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുക്കറിൽ പരിപ്പ് ഈസി ഓലൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൗളിൽ കുറച്ച് പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. സാമ്പാർ പരിപ്പ് എടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണം. ഈ വെജിറ്റബിൾസ് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ച ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രഷറൊക്കെ പോയി കുക്കർ തുറന്നിട്ടുണ്ട്. നമുക്ക് ഒരു കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കണം. അതിന് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ചൂടാവട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ്. കടുക് പൊട്ടി വരട്ടെ. വരുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അപ്പോൾ നമ്മളെ പരിപ്പ് ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി പരിപ്പ് ഓലൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് പറയണം എന്താണ് ഇഷ്ടമായോന്ന്. ഈ സിമ്പിളായിട്ട് കറി കഴിക്കാൻ അധികം എരിവ് അങ്ങനെ ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.